அனைவருக்கும் மீண்டும் வணக்கம். நமது பாரதத்தின் எதிர்க்கட்சி தலைவர் திரு ராகுல் காந்தி அவர்கள் வரும் 13 அன்று சென்ட் தாமஸ் ஆங்கில பள்ளி மைதானத்தில் சென்ட் தாமஸ் ஆங்கில பள்ளியின் 50வது கோல்டன் ஜூப்ளி செலிப்ரேஷன் நடைபெறுவதற்காக வருகை தருவதால் அந்த விழாவினை சிறப்பிக்க ஃபாதர் திரு ஜோபி அவர்கள் எடுத்த நடவடிக்கைகள் ஒத்துழைப்பு அனைத்திற்கும் கூடலூர் மக்களின் சார்பாக மனமார்ந்த நன்றி தெரிவித்துக் கொண்டு, ஃபாதர் நமஸ்கார். நமஸ்காரம். ஃபாதர் வைஸ் பிரസിഡന്റ് ഓഫ് സെൻറ്റ് തോമസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഗൂഡല്ലൂർ. മാത്രമല്ല ഫാദറിന് വേറെയും പൊസിഷൻസ് ഉണ്ട്. Can you explain everything of your position? ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റായും അതിന് നേതൃത്വത്തിൽ ഗൂഡല്ലൂരിൽ ഉള്ളതായ 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കറസ്പോണ്ടൻ്റായും ഞാൻ പ്രവർത്തിക്കുന്നു. This institution is going to celebrate 50th Golden Jubilee celebration. For this, as a chief guest, a national leader, Mr. Rahul ji, is going to come. Okay, Father. Father, എങ്ങനെയാണ് ഇത് സാധിച്ചത് ഒന്ന് പറയാമോ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റി, എല്ലാ സൊസൈറ്റി മെമ്പേഴ്സ്, ഇതുവരെയും ഇവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ കറസ്പോണ്ടൻസ്, ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സ്, അതിലൊക്കെ ഉപരിയായി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ അഭിവന്യ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഇവരുടെയൊക്കെ അനുഗ്രഹീതമായ നേതൃത്വം ഈ സ്ഥാപനത്തിൻ്റെ സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ വളരെ ശക്തമായ ഇന്ധനമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇതൊരു സന്തോഷത്തിൻ്റെയും അതിലൊക്കെ ഉപരി ഒരു അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ 50 വർഷം മുമ്പ് ഗൂഡല്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് സാധാരണപ്പെട്ട ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രാപ്യമാക്കുവാൻ ഉള്ള ഒരു എളിയ ശ്രമം ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി ഗൂഡല്ലൂർ, നീലഗിരി ജില്ലയിൽ ഒക്കെ തന്നെ അനേകം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, ഏറെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് സാധിക്കുന്നുവെന്നത് വളരെയധികം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമാണ്. ഈ ഗൂഡല്ലൂരുള്ള സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ അതിൻ്റെ 50ാമത് വർഷം ആഘോഷിക്കുമ്പോൾ, ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ, അതിൻ്റെ മുഖ്യ അതിഥിയായി വരുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയാണ്. സാറിനെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് 50 വർഷം മുൻപ് ഇവിടെ ഒരു ICSE സ്ഥാപനം സ്വപ്നം കണ്ട മഹാരഥന്മാരായ ആളുകൾ, അഭിവന്യ തിരുമേനിമാരും ഇവിടെയുള്ളതായ സൊസൈറ്റിയുടെ നേതാക്കന്മാരുമൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുവാൻ സാധിച്ചതാണ് ഇവിടെ ഈ ഒരു സമൂഹത്തിൽ അനുരണനങ്ങൾ, റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇടയായത് എന്നും മനസ്സിലാക്കി അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. നമ്മളുടെ പിന്തങ്ങിയ ഒരു നാടായിട്ടാണ് ഇപ്പോഴും ഗൂഡല്ലൂരുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്ക് രാഹുൽ ഗാന്ധി വരിക എന്നുള്ളത്, അതിനെ ഇങ്ങോട്ട് വരുത്തിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതും ഇൻ ദ മീൻ ടൈം ഫാദർ, നമ്മളുടെ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് തന്നെ അറൗണ്ട് 4000 പീപ്പിളിൻ്റെ അടുത്ത് കാണും അല്ല ഫാദർ? അതെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫാദർ അവർ വരുമ്പോഴും ആ പ്രോട്ടോക്കോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫാദറിൻ്റെ നമ്മുടെ സ്കൂൾ സൈഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പ്രോഗ്രാമിൽ ഏകദേശം 5000 ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ജില്ലാ ഭരണകൂടം, നമ്മളുടെ ഇവിടെയുള്ളതായ RDO അടക്കമുള്ളതായ എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസ്
നമുക്ക് നൽകുന്നതായ ഒരു പിന്തുണ വളരെയധികം വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനും അപ്പുറമാണ്. രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് പബ്ലിക്സ് ഒത്തിരി വരും ഇവിടെ. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, സീറ്റ് കപ്പാസിറ്റീസ് ഇതെല്ലാം സാർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? 5000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക് മീറ്റിങ്ങിൽ പാസ് മൂലം മാത്രമാണ് പ്രവേശനമുള്ളത്. എന്നാൽ പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിന്, പാരൻസിന് എല്ലാം നമ്മൾ പ്രത്യേകം പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാസ് മൂലം മാത്രമായിരിക്കും പ്രവേശനം സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ളതായ വെൽ വിഷേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം VIP പാസ് നൽകുന്നതിനുള്ളതായ ക്രമീകരണങ്ങളുമുണ്ട്. അത് പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വരുന്ന ഒരു വിഷയം ഗൂഡല്ലൂരിൽ അന്നൊരു പ്രത്യേക നാളാണ്, ജനുവരി 13. അതിൻ്റെ സമയം എന്തായിരിക്കും ഫാദർ? രാഹുൽജി നമ്മളുടെ ഈ സ്കൂളിലെ ജൂബിലി പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ, ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ 3:30 to 4:30 പബ്ലിക് മീറ്റിങ്ങിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിനു വേണ്ട ക്രമീകരണങ്ങളാണ് സ്കൂൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻറ് തോമസ് ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും? അതെ. സെൻറ് തോമസ് ഗ്രൗണ്ടിൽ എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഫാദർ? നമ്മൾ 5000 ആളുകളെ ഉൾക്കൊള്ളിക്കാം എന്ന് ആണ് നമ്മൾ കരുതുന്നത്. പിന്നെ ഈ സ്റ്റുഡൻറ്റ് പേരൻറ്റ് പാസ് നിങ്ങൾ സ്കൂളിൽ നിന്ന് കൊടുക്കും. പബ്ലിക്സിന് എങ്ങനെയാണ്? വല്ലവരും ആഗ്രഹമുള്ളവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ പാസ് കൊടുക്കുന്ന വിധം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. രാഹുൽജി ഒരു നാഷണൽ ലീഡർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിലെ നാനാതുറ ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് ആഗ്രഹമുണ്ടാകും. എന്നാൽ നമുക്ക് സ്ഥലപരിമിതി കാരണം നമുക്ക് എല്ലാവരെയും ആ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളിക്കുവാൻ പ്രയാസമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ഖേദമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രോഗ്രാം നമുക്ക് നടത്തണം എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് നമ്മൾ പാലിച്ച് മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കൂ. നന്ദി, വണക്കം. താങ്ക് യു സർ. താങ്ക് യു. அனைவருக்கும் வணக்கம். கூடலூர் சென்ட் தாமஸ் இங்கிலீஷ் ஹைஸ்கூல் 50th இயர் கோல்டன் ஜூப்ளி செலிப்ரேஷன் வரும் 13ஆம் தேதி விமர்சையாக நடைபெறுகிறது. இந்த பள்ளியின் ஜாயின்ட் செக்ரட்டரி திரு ஜான் பி ஜக்கரியா அவர்கள் நம்முடன் இருக்கிறார். സാർ നമസ്കാരം. നമസ്കാരം സാർ, സുഖമാണോ? സുഖമായിരിക്കുന്നു സാർ. നമ്മളുടെ സെൻറ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഗൂഡല്ലൂർ 50ാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ നടത്തുന്നുണ്ട് സാർ. ഉണ്ട്. സാറിന് ഈ സ്കൂളിൽ ഇനാഗ്രേഷൻ ചെയ്തെന്ന് മുതൽക്കൊണ്ട് ആ സമയത്ത് താങ്കൾ എങ്ങനെയാണ് ഇവിടെ ഗൂഡല്ലൂരിലെ ഒരു ICSE സിലബസ് ഇവിടെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഗൂഡല്ലൂരിലെ സാധാരണ ആളുകളുടെ കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാധ്യതകൾ അന്നിവിടെ വളരെ കുറവായിരുന്നു. കഴിവുള്ളവർ അവരുടെ കുട്ടികളെല്ലാം ഊട്ടിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ വിട്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അന്നത്തെ ചർച്ചിൻ്റെ ചുമതല വഹിച്ചിരുന്ന ബിഷപ്പിനോട് വിവരങ്ങൾ പറയുകയും തിരുമേനയുടെ അനുവാദത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ സക്രിയാസ് തിരുമേനയാണ് ഈ സ്കൂളിൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റോൺ അന്ന് നിങ്ങളുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ ഞാനും ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ബോർഡിൽ ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ സെക്രട്ടറിയെന്നോ ട്രഷററിനോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ഏതെങ്കിലും ഒരു പൊസിഷൻ ഇന്ന് വരെയും ഇതിനകത്ത്. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഏകദേശം 50 വർഷത്തോളം നിങ്ങൾ ഈ സ്കൂളിനു വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് ഗോൾഡൻ ജൂബിലി വരെ എത്തിയതിന് സാർ വളരെ നന്ദി സാർ. നമസ്കാരം. താങ്ക് യു സാർ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജേക്കബ് ജോൺ. ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട്, ട്രഷററായിട്ട്, മറ്റു പല രീതിയിലും. നമ്മുടെ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ
എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? എന്താണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം? ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ 4 മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. മാർത്തോമ നഗറിൽ ഒരു പ്രൈമറി സ്കൂള്, അതുകൂടാതെ ഹൈസ്കൂള്, ഇത് രണ്ടും മലയാളം മീഡിയം. മൂന്നാമതായിട്ട് ഗൂഡല്ലൂരിൽ ടൗണിൽ ICSE സ്റ്റാൻഡേർഡോടുകൂടി സെൻറ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ നടത്തുന്നുണ്ട്. ആ ഹൈസ്കൂളിൽ ഏകദേശം 1500 കുട്ടികൾ പഠിക്കുന്നു. അത് 50 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്നത് വളർന്ന് ഈ ഒരു സ്റ്റേജിലെത്തി. ഗൂഡല്ലൂരിന് അഭിമാനമാണ്. അതുകൂടാതെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ICSE സ്കൂളുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഞങ്ങളുടെ ഹൈസ്കൂള്. അതുകൂടാതെ 1995 തമിഴ്നാട് കരിക്കുലം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും സ്റ്റാർട്ട് ചെയ്തു. അതും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഏകദേശം 500 ചില്ലുവാനും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു അവസരമാണിത്. 50ാം പിറന്നാൾ. 50 വർഷം മുമ്പ് തുടങ്ങിയ ICSE സ്കൂൾ ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പാണ്. അത് ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് പോകുന്നു. ഗൂഡല്ലൂരിലെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സേവിക്കാൻ സാധിക്കുന്നു. അതിൽ വളരെ അഭിമാനമുണ്ട്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം സർ. താങ്ക് യു സോ മച്ച്.